കഴിഞ്ഞ 10 വർഷമായിട്ട് ഞങ്ങൾ ഹരിതകർമ്മസേനയുടെ കൂടെ യാത്ര ചെയ്യുന്ന ആളുകളാണ്. അതായത് ഹരിതകർമ്മസേന എന്നുള്ള ആ വിങ് രൂപപ്പെടുന്ന സമയം മുതൽ പഞ്ചായത്തുകളുമായിട്ടും അടിത്തട്ടിലിറങ്ങി ഈ വേസ്റ്റ് മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുകയും അവർക്ക് വേണ്ട ട്രെയിനിങ്ങും എല്ലാം കൊടുക്കുന്നതാണ്. അപ്പോൾ കേരളത്തിൽ വരുന്ന 10,000-കണക്കിന് ഹരിതകർമ്മസേനാംഗങ്ങൾ ഇന്ന് കേരളത്തിലുണ്ട്. ഇവർ ചെയ്യുന്ന ജോലി വലിയൊരു ജോലിയാണ്. അതായത് കേരളത്തെ മാലിന്യമുക്തമാക്കുന്ന ഒരു പ്രധാനപ്പെട്ട ടീമാണ് ഹരിതകർമ്മസേനാംഗങ്ങൾ എന്ന് പറയുന്നത്. ഒരിക്കലും നമുക്ക് ഈ ഒരു നമ്മളെ വേസ്റ്റ് മാനേജ്മെന്റിൽ നിന്ന് അവരെ മാറ്റി നിർത്താൻ കഴിയില്ല. ഗവൺമെന്റ് ഹരിതകർമ്മസേനയെ അനൗൺസ് ചെയ്ത സമയത്ത് അത് വലിയ പ്രതീക്ഷയിലാണ് ഗവൺമെന്റും അതേപോലെ ഹരിതകർമ്മസേനയും അന്ന് കണ്ടിരുന്നത്. പക്ഷേ ഹരിതകർമ്മസേന ഇത് വേസ്റ്റ് കളക്ട് ചെയ്യാനും അവർക്ക് ഓരോ വീടുകൾക്കും വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കാനും പോകുന്ന സമയത്ത് പല ആളുകളും കോളിംഗ് ബെല്ലടിക്കുമ്പോൾ ഡോർ തുറക്കാൻ തയ്യാറായില്ല എന്നുള്ള സിറ്റുവേഷൻ വരെ വലിയ രീതിയിലുണ്ടായിരുന്നു. അപ്പോൾ അതിനെല്ലാം തരണം ചെയ്താണ് ഇപ്പോൾ ഹരിതകർമ്മസേന. ഇപ്പം ഹരിതകർമ്മസേന ഒരു മാസം വന്നില്ലെങ്കിൽ വീടുകളിൽ നിന്ന് അവരെ വിളിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. നിങ്ങൾ എന്തുകൊണ്ട് വന്നിട്ടില്ല, ഇന്ന് വരുമോ നാളെ വരുമോ എന്ന് ചോദിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് ഇന്ന് മലയാളി മാറി എന്നുള്ളതാണ്.